ഏറ്റവും സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ സ്നേഹസംഗമത്തിന്റെ സമാദരണീയ അധ്യക്ഷൻ ഡോക്ടർ ബീരാൻകുട്ടി ഹാജി എനിക്ക് മുമ്പേ സ്വാഗത പ്രഭാഷണം നടത്തി എല്ലാവരെയും വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് അലി സാർ അലനല്ലൂർ, അതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായ മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി സാർ, റഹീം സാറ്, ഇബ്രാഹിം കുട്ടി സാറ്, ബഷീർ സാറ്, അജയ് സാറ്, രാജീവ് സാറ്, ഹുസൈൻ സാർ തുടങ്ങിയ ഒട്ടനവധി പേരാണ് ഇന്ന് നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അതുപോലെ അധ്യക്ഷ പ്രഭാഷണത്തിലൊക്കെ ഈ കൂട്ടായ്മയെ സംബന്ധിച്ച്, പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് വാട്സപ്പ് കൂട്ടായ്മയെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തിയത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കഴിഞ്ഞ 8 വർഷത്തോളമായി ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ അത്ഭുതം തന്നെയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികളെ പോലെ, ഒരു കുടുംബത്തെ പോലെ ഒരുമയോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ്. കാരണം ഇന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചു കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞാൽ അത് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ശാഖകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ എന്നുള്ളത് അത് ഒരേ മനസ്സോടും ഒരേ ചിന്തയോടു കൂടിയാണ് ഈ കൂട്ടായ്മ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരുപാട് നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങള് ഒക്കെ ഈ കൂട്ടായ്മയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മ ഞാൻ വളരെയധികം മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പലപ്പോഴും ഈ കൂട്ടായ്മയിൽ പല പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഈ വിനീതന് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും എന്റെ ജോലിയുടെ ഭാഗമായി ഈ ഇതുപോലത്തെ പരിപാടികളിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്നും അതിനേക്കാൾ വലിയൊരു തിരക്ക് പിടിച്ച പരിപാടി മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണുവാനും 2 വാക്ക് സംസാരിക്കാനും ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനൊക്കെ ഈ വിനീതിന് സാധിച്ചിട്ടുള്ളത്. അതിന്റെ സന്തോഷം ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ ബീരാൻകുട്ടി ഹാജി എന്നോട് പറഞ്ഞ് സംസാരിക്കേണ്ട വിഷയം, നാം എന്തുകൊണ്ട് പിറകോട്ട്, ഈ വിഷയത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് അറിയിച്ചപ്പോൾ തീർച്ചയായും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നാം എന്തുകൊണ്ട് പിറകോട്ട്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യരെ ഭൂമി ലോകത്തേക്ക് ദൈവം നമ്മളെ പടച്ചുവിടുമ്പോൾ നമ്മളെ വിജയികളായിക്കൊണ്ടാണ് നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചുവിടുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മനുഷ്യർ വളരെ അധപ്പതനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വാശിയും അസൂയയും അക്രമാസക്തങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ദൈനംദിനം പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം എന്തുകൊണ്ട് മനുഷ്യരല്ലേ? നമ്മളുടെ മനുഷ്യർ എന്തുകൊണ്ട് ഇത്രയും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം നമ്മളെ വളരെ എത്ര ഉത്കൃഷ്ടനായിക്കൊണ്ട്, അത്യുന്നതനായിക്കൊണ്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് പടച്ചുവിട്ടുള്ളത്. ഒരു നന്ദിയുള്ളൊരു ദൈവത്തോടൊരു നന്ദിയുള്ള ഒരു അടിമയാകാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥം? പ്രിയമുള്ളവരെ, നാം ഒരു നിമിഷം ചിന്തിക്കുക. ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിലേക്ക് നമ്മൾ അല്പം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. നോക്കൂ നമ്മുടെ കണ്ണുകൾ, നോക്കൂ നമ്മുടെ കൈകൾ, നോക്കൂ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ. ഇതിനെന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ വരാൻ സാധിക്കുമോ? ഈ കൂടിയിരിക്കുന്ന നമുക്ക് ഇവരെ കാണാൻ സാധിക്കുമോ? ഈ പ്രകൃതി രമണീയമായ സുന്ദരമായ രാജ്യം നമുക്ക് കണ്ടാസ്വദിക്കാൻ സാധിക്കുമോ? എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് തെറ്റുപറ്റിപ്പോയി? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മനുഷ്യ സമൂഹം വളരെ അധപ്പതിച്ചു പോകുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവിക ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നു മനുഷ്യൻ മൃഗങ്ങളെക്കാളും അധപ്പതിച്ചു പോയി എന്നുള്ളത്.
മനുഷ്യർ മൃഗങ്ങളെക്കാളും മതപ്പതിച്ചു പോയി എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം വലിയ സ്ഥാനത്തോടുകൂടെയാണ് മനുഷ്യരെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചത്. സ്വർഗത്തിൽ തന്നെ വലിയൊരു പദവി തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ മാലാഖന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പടക്കുവാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. ആ സമയത്ത് മാലാഖന്മാർ ചോദിക്കുന്നു, എന്തിനാണ് ഈ നാട്ടിൽ അക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളും അസൂയകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണോ ഈ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് പടക്കുന്നത് എന്ന് അവിടുന്ന് മാലാഖന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ പ്രിയമുള്ളവർ ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് അപ്പോഴും ദൈവം നമ്മളെ ബഹുമാനിക്കുകയാണ്, ദൈവം നമ്മളെ ഉയർത്തുകയാണ്. എവിടെ നോക്കിയാലും ദൈവം നമ്മളെ ഉയർത്തുകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഈ ലോകം നശ്വരമാണ്. ഈ ഇരിക്കുന്ന കസേരകളിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ എന്തിന് നമ്മൾ കിബറടിക്കണം? പിന്നെ എന്തിന് നമ്മൾ അന്തടിക്കണം? നമ്മൾ വിനയത്തോടു കൂടിയല്ലേ പ്രിയമുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തുകൊണ്ടും സ്നേഹിച്ചും നർമ്മമുള്ള പുഞ്ചിരി കൊടുത്തുകൊണ്ടും പരസ്പരം ആശീർവാദങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ ജീവിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മളൊന്ന് മുഖം വന്ന് കാണാൻ വേണ്ടി ഈ ഭൂമിയിൽ നമ്മളെ ബാക്കി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ആത്മയോടുകൂടി നടക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുക. മനുഷ്യന് 1 മണിക്കൂർ ചിന്തിക്കുന്നത് 1 വർഷത്തെക്കാൾ ചെയ്യുന്ന സൽപ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അതിനേക്കാളും പ്രതിഫലമാണ്. 1 മണിക്കൂർ ഒരു മനുഷ്യൻ അവനെ ചിന്തിക്കുന്നു എന്നുള്ളത്. എവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളൊക്കെ മൃഗങ്ങളെ പോലെ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ, നാം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? പുറകോട്ട് പോകുന്നു? ഇവിടെ നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നു. ഇവിടെ സമാധാനത്തോടും ശാന്തിയോടും സംതൃപ്തിയോടുകൂടി നമ്മളിവിടെ ഇരിക്കാൻ കാരണം നമ്മുടെ പൂർവികർ നമുക്ക് ചെയ്ത സേവനങ്ങളാണ്. നോക്കൂ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അടിമത്തത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം പ്രിയമുള്ളവരെ എത്ര ദുസ്സഹനീയമാണ്, എത്ര പ്രയാസകരമാണ്. അതിൽ നിന്നും നമ്മുടെ പൂർവികർ നമുക്ക് ചെയ്തു തന്ന സേവനങ്ങൾ എവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല? പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്ത് വിചാരിക്കും? മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്ത് തോന്നും? ഞാൻ ഇവിടെ വേദിയിൽ വന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലേ? ഇത്തരം നെഗറ്റീവ് ചിന്തകളെ കൊണ്ടല്ലേ പ്രിയമുള്ളവരെ നാം മുന്നോട്ട് പോകുന്നത്? നാം ഒന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. മനുഷ്യൻ ഓരോ ദിവസം പുലരുമ്പോൾ ചിന്തിച്ചു വേണം ജീവിക്കുന്നത്. നമ്മുടെ ഓരോ ജീവിതം പുലരുമ്പോഴും ഓരോ സഹായങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള ആളുകളായി മാറണം. ദൈവമേ, ഇന്ന് എനിക്ക് എന്റെ ജീവിതം തിരിച്ചു തന്ന ദൈവമേ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് ആരെങ്കിലും അതൊന്ന് പറയാറുണ്ടോ? നാം ഒന്ന് മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക. നമ്മൾ ആരെങ്കിലും ഒന്ന് പറയാറുണ്ടോ? ഇവിടെ നമ്മൾ പരസ്പരം കിബറാണ്, അഹന്തയാണ്, വാശിയാണ്, സ്വത്തിന്റെ പേരിൽ തമ്മിൽ ജ്യേഷ്ഠ ബന്ധങ്ങളിൽ തമ്മിൽ സംസാരിക്കാതിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഇവിടെ നിന്ന് നമുക്ക് എന്ത് കൊണ്ടുപോകാൻ സാധിക്കും പ്രിയമുള്ളവരെ? വെറും 3 കണ്ടം തുണി കഷ്ണത്തിലൂടെ അല്ലേ പ്രിയമുള്ള നമുക്ക് പോകാൻ സാധിക്കുക? ഒന്ന് പ്രിയമുള്ള മനുഷ്യ സമൂഹമേ, ഒന്ന് ചിന്തിക്കൂ. ഓരോ ദിവസം നമുക്ക് പുതിയ ചിന്തകളുമായി കൊണ്ടാണ് നമുക്ക് ജീവിക്കേണ്ടത്. അയൽവക്കത്തുള്ള ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു ഉപ്പയും ഒരു മകനും ഒരു കഴുതയുമായി സവാരി ചെയ്യുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും കഥ. ഒരു ഉപ്പയും ഒരു മകനും ഒരു കഴുതയുമായി സവാരി ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ആളുകൾ പറയുകയാണ്, ഈ കഴുതയെ നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ആ കുട്ടിയെങ്കിലും ആ കഴുതപ്പുറത്ത് നിർത്തിക്കൂടെ? ഉപ്പ ചിന്തിക്കുകയാണ്, ശരിയാണ്, കുട്ടിയെ കഴുതയുടെ പുറത്തിരുന്ന് സവാരി ചെയ്യുകയാണ്. അങ്ങനെ കുറച്ചപ്പുറത്തേക്ക് സവാരി ചെയ്തപ്പോൾ അവിടുന്ന് ആളുകൾ പറയാണ്, ഈ കുട്ടിയെ നിന്ന് നിങ്ങൾ കഴുതയുടെ പുറത്തിരുത്തിയിട്ട് നിങ്ങൾ നടക്കുകയാണോ? അദ്ദേഹം മനസ്സിലാക്കി, ശരിയാണ്, കുട്ടിയെ താഴെ ഇറക്കി അദ്ദേഹം കഴുതപ്പുറത്തിരുന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പുറത്തേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ പറയാണ്, ഈ കുട്ടിയെ നടത്തിക്കൊണ്ടാണോ നിങ്ങൾ യാത്ര തുടരുന്നത്? അങ്ങനെ ആ കുട്ടിയെയും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുക.
ആ ഉപ്പയും ആ കുട്ടിയും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, ഒരു മിണ്ടാപ്രാണിയുടെ പുറത്തിരുന്നു കൊണ്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ഒരു മിണ്ടാപ്രാണിയുടെ പുറത്തിരുന്നു കൊണ്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ശരിയാണ്, ഒരു മിണ്ടാപ്രാണിയുടെ പുറത്തല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. അവർ രണ്ടുപേരും ആ കഴുതയുടെ പുറത്തിറങ്ങി അവര് ആ കഴുതയെ തോളിലേറ്റി നടക്കുകയാണ്. നോക്കൂ, മറ്റുള്ളവരുടെ ചിന്തകൾ നോക്കൂ. ആ കഴുതയെ തോളിലേറ്റിക്കൊണ്ട് അവർ നടക്കുകയാണ്. കഴുത കാലിട്ടടിക്കുന്നത് കാരണം രണ്ട് കാലും കയറിട്ട് കൂട്ടിക്കെട്ടുകൊണ്ട് അവർ തോളിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുഴയുടെ മുകളിലുള്ള പാലത്തിലൂടെ അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ സാധാരണ മൃഗങ്ങൾ വെള്ളം കാണുമ്പോൾ ഒന്ന് അനങ്ങും. അങ്ങനെ ആ കഴുത ഒന്ന് ചലിക്കുകയാണ്, അവർ പുഴയിലേക്ക് വീഴുകയാണ്. നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ്. ഈ കഴുതക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? കയറി കിട്ടിയതുകൊണ്ട്. കഴുത ചത്തുപോയി. എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കണം, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കഴുതയെ അവർ കാശ് കൊടുത്തു വാങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് പോലും എത്താൻ കഴിയാതെ ആ കഴുത ആ പുഴയിൽ കിടന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നാം എന്ത് പറയുന്നു, നാം എന്ത് ചിന്തിക്കുന്നു, നാം എന്ത് പ്രവർത്തിക്കുന്നു, അതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പല പൂർവികരുടെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഇന്നലെയാണ് എനിക്കൊന്ന് വായിക്കാൻ സാധിച്ചത്. എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ പറയുന്നത്? അദ്ദേഹം പഠിക്കേണ്ട സമയത്ത് ഒരു ഉടുപ്പ് പോലും വാങ്ങാൻ അദ്ദേഹത്തിന് കാശുണ്ടായിരുന്നില്ല. ഒരു ഉടുപ്പ്, ഒരു വസ്ത്രം, ഒരു മറുവസ്ത്രം ധരിക്കാൻ അദ്ദേഹത്തിന് വക ഉണ്ടായിരുന്നില്ല. വെറും ഒരു വസ്ത്രം എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് നമ്മുടെ വസ്ത്രത്തിന്റെ കണക്കെടുക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ കോളേജിൽ ഹോസ്റ്റലിൽ ചാർജ് കൊടുക്കാൻ കഴിയാതെ, ഹോസ്റ്റലിൽ അതിന് താമസിച്ച് പഠിക്കാൻ അതിന് വാടക കൊടുക്കാൻ കഴിയാതെ അദ്ദേഹം അവിടെ പ്രമാണിയെ സമീപിക്കുകയാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചായച്ചുറങ്ങണം, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എനിക്കൊന്ന് കിടന്നുറങ്ങണം, എന്നൊരു അവസരം തരുമോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറയാണ്, എന്റെ കാർ ഷെഡിൽ കിടന്നുകൊള്ളുക, എന്റെ കാർ ഷെഡിൽ കിടന്നുകൊള്ളുക. ആരാണ്? പ്രിയമുള്ളവർ, യേശുദാസ്. അങ്ങനെ അദ്ദേഹം ഓരോ പ്രയാസങ്ങളും കടന്ന് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ സംഗീതം ഒന്ന് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അന്ന് നമുക്കറിയാം, റേഡിയോയിലൊക്കെ സംപ്രേഷണം ചെയ്യുന്ന പാട്ടുകൾ അദ്ദേഹം എഴുത്തു കൊടുക്കുകയാണ് അതിന്റെ ഓഫീസുകളിലേക്ക്. എന്റെ സംഗീതം, എന്റെ ഗാനം ഒന്ന് പുറത്തേക്ക് വരണം. അങ്ങനെ ആ എഴുത്ത് അവിടെ കൊടുക്കുമ്പോൾ അദ്ദേഹം ഓരോ ദിവസം എന്റെ സംഗീതമെങ്കിലും ഇവിടെ ഈ ടേപ്പ് റെക്കോർഡിൽ വരുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ദിവസങ്ങൾക്ക് നീണ്ടതിന് ശേഷം അദ്ദേഹത്തിന് കത്ത് വരികയാണ്, നിങ്ങളുടെ സംഗീതം അതിന് യോജിക്കുന്നില്ല, നിങ്ങളുടെ സംഗീതം അതിന് പറ്റുന്ന ശബ്ദമല്ല, നിങ്ങൾക്കുള്ള അവസരമില്ല എന്ന് ആരോടാ പറയുന്നത്? യേശുദാസിന്. പിറകോട്ട് പോയില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ന് ജനങ്ങളെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും, APJ അബ്ദുൽ കലാം പത്രവിൽപ്പന നടത്തിക്കൊണ്ടും പ്രയാസങ്ങൾ താണ്ടിക്കൊണ്ടും പഠിക്കാൻ ഒരു ക്യാഷ് പോലും ഇല്ലാതെ തന്റെ സഹോദരിയുടെ ആഭരണം വിറ്റുകൊണ്ട് പഠിച്ചു ഉയർന്നിട്ട് ഇന്ന് നമ്മളൊക്കെ സുഖലോലുപതരല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് നമ്മളെ മക്കളെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മേലെ വെച്ചാൽ പേനരിക്കും എന്ന തോതിൽ വളർത്തുമ്പോൾ നാം എത്ര മോശപ്പെട്ടു പോയിരിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കുക. ഞാൻ വിഷയമായിട്ട് ദീർഘിപ്പിച്ച് പ്രസംഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരുപാട് പ്രഭാഷകന്മാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിൽ ഒരു ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യമാണ്. നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഒരു ലെവിൻ പുതുക്കാടിന്റെ സുന്ദരമായ ഒരു കവിത ആലപിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്നാണ് ജീവിതം ഓർക്ക നമ്മൾ, ഇന്നിന്റെ ജീവിതം ജീവിക്കുക. ഇന്ന് എത്ര സുന്ദരം കാൽക്കാം നമ്മൾ, ഇന്നിനെ നന്നായി ആസ്വദിക്കാം. ഇന്നലകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ചെയ്തൊരു കൃത്യമൊന്നും ഇന്ന് തിരുത്തുവാൻ ആവതില്ല എന്നതും ഓർക്കുക. ഇന്ന് നമ്മൾ, ഇന്നാണ് ജീവിതം, ഇന്നാണ് ജീവിതം, ഇന്നാണ് ജീവിതം ഓർക്ക നമ്മൾ എന്ന
പുതുക്കാടിന്റെ സുന്ദരമായ കവിത ആലപിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംഗമം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകളിൽ നിന്ന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ട